മാസയോഗം ആരംഭിക്കുകയാണ്. ആലയത്തിന് പരിസരത്തുള്ളവർ ആലയത്തിനുള്ളിലേക്ക് കയറിയിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ കോറപ്പിസ്കോപ്പ നെടുമലയച്ചൻ പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനും ഞങ്ങളുടെ പരിപാലകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളെ വാഴ്ത്തുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഭദ്രാസനത്തിലെ മാസികത്തോടുള്ള ബന്ധത്തിൽ പലയിടങ്ങളിലും പല ഭവനങ്ങളിലും സാഹചര്യങ്ങളുമായി അടിയങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്നു. അങ്ങേ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും നീ അവിടെ ഞങ്ങളെ ബലപ്പെടുത്തിയ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ പോലെ അനേകായിരങ്ങൾ കർത്താവേ കഴിഞ്ഞ ദിനങ്ങൾ കഴിഞ്ഞ നാളുകൾ കണ്ടവര് നല്ല സമയം കാണുവാൻ കഴിയാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോഴോ അനേകര് കർത്താവെ കുറിച്ച് നന്മകളെ ഓർക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രയാസങ്ങളാലും രോഗദുഃഖങ്ങളാലും ഭാരപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷത്തോടും ബലത്തോടും ആരോഗ്യത്തോടും അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വന്നങ്ങെ സ്തുതിപ്പാൻ നീ അവിടെ ഞങ്ങളെ ബലപ്പെടുത്തിനായി ഞങ്ങളെ വാഴ്ത്തുകയാണ്. ഈ ദേവാലയത്തെയും പരിസരത്തെയും പ്രദേശത്തെയും ദൈവങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. എന്റെ ഉള്ളത്തിനാനന്ദമേ, എന്നെ നീ മാവിങ്കൽ ചേർപ്പാനായി വന്നിതായിപ്പോൾ നിൻ പാദത്തിൽ. എന്നെ നീ മാവിങ്കൽ ചേർപ്പാനായി വന്നിതായിപ്പോൾ നിൻ പാദത്തിൽ.
99-ാം സങ്കീർത്തനം ആത്മായ സെക്രട്ടറി സന്തോഷ് തോമസ് സാറ് വായിക്കും. ഇവാഞ്ചലിസ്റ്റ് തമ്പാൻ കരുവാറ്റ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യും. 99-ാം സങ്കീർത്തനം വായിക്കുന്നു. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ. ന്യായതൽപരരായ രാജാവിൻ്റെ ബലത്തെ നേരോടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. നീ യാക്കോബിൽ നീതിയും ന്യായവും നടത്തിയിരിക്കുന്നു. നമ്മളുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവൻ്റെ പാദപീഠത്തിൽ നമസ്കരിപ്പീൻ. അവൻ പരിശുദ്ധനാകുന്നു. അവൻ്റെ പുരോഹിതന്മാരിൽ മോശയും അഹരോനും അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമൂവേലും. ഇവർ യഹോവയോട് അപേക്ഷിച്ചു, അവർ അവന് ഉത്തരമരുളി. മേഘസ്തംഭങ്ങളിൽ നിന്നും അവൻ അവരോട് സംസാരിച്ചു. അവർ അവൻ്റെ സാക്ഷ്യം, അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ അവർക്കുത്തരമരുളി. നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവവും അവരുടെ പ്രവൃത്തിക്ക് പ്രതികാരകനും ആയിരിക്കുന്നു. നമ്മളുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പിൻ. നമ്മളുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. പ്രകാരം തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊരുങ്ങുകയാണ്. നമ്മുടെ മാസയോഗം ഈ നോയമ്പ് കാലഘട്ടത്തിലും തുടങ്ങുവാൻ നിർത്താതെ വണ്ണം നടത്തുന്ന വലിയ കൃപയെ ഓർത്തുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ചുരുക്കം പേർക്കാണെങ്കിലും കടന്നു വരുവാൻ ഇടയാക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ജന്മദിനമാണ്. അവിടെ കുറിച്ചിയിൽ നമ്മുടെ അച്ഛന്മാരും ഒത്തിരി സഭാവിശ്വാസികളും ഒക്കെ അവിടെയും കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മാസത്തിന് ആളുകൾ കുറവാണ്. എങ്കിലും നമുക്ക് ഇത്രയും പേർക്ക് കടന്നു വരുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി നമുക്ക് എല്ലാവർക്കും സ്തോത്രം ചെയ്യാം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്യാം. ഭദ്രാസനത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയാ കുടുംബങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. മാരാമൺ ഭദ്രാസനത്തിലുള്ള ഹല്ലേലൂയ സകല കുടുംബങ്ങളെയും സഭകളെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നമ്മുടെ ഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനിക്കായി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ സ്തോത്രം, കഴിഞ്ഞ മാസത്തിൽ വരെ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ജോലിയുള്ള ബന്ധത്തിലും ഹല്ലേലൂയ അമേരിക്കയിൽ പോകേണ്ടത് അത്യാവശ്യമാകിയാലും ഹല്ലേലൂയ നിന്റെ മകൻ അവിടെ ആയിരിക്കുന്നല്ലോ. ഹല്ലേലൂയ നിന്റെ മകനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ആയുസ്സോട് ആരോഗ്യത്തോട് ഹല്ലേലൂയ നമ്മുടെ സഭയെ നയിക്കുവാൻ ഭരിക്കുവാൻ ഹല്ലേലൂയ സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ മകനെ ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കൊടുത്ത ദാസിക്കായി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അവരുടെ സഹധർമ്മിണികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം. ഈ പറഞ്ഞ വിഷയം മാരാമൺ ഭദ്രാസനത്തെ ഓർത്ത് അഭിയന്യാദ്രമൻസിന്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്ത് പുനർദാനത്തിൽ കടന്നു വന്ന കൊച്ചുമത്സവര് പ്രാർത്ഥിക്കും. യഹോവയെ വാഴ്ത്തുക, അവന്റെ സർവാന്തരംഗമേ യഹോവയെ വാഴ്ത്തുക, ജന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും
ഇന്ന് പകൽക്കാലം ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ ഓർത്ത ദൈവമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സങ്കീർത്തനക്കാരനായ ദാവീദ് പാടിയല്ലോ, യഹോവ വാഴുന്നുവെന്ന് ജാതികൾ വിറയ്ക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കൂട്ടായ്മകൾ അനുഗ്രഹങ്ങളില് യഹോവ വാഴുവാനും ജാതികൾ വിറയ്ക്കുവാനും തക്കവണ്ണം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ദൈവമേ അവിടെ നിന്ന് ഉയർത്തുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവേ സ്തോത്രം, മധ്യസ്ഥ അണച്ച വിഷയങ്ങളെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ മഹായ ഇടവകയ്ക്കായി സ്തോത്രം, അഭിമന്യ തിരുമനസിന്റെ കർത്താവേ സ്തോത്രം പിറന്നാൾ ആഘോഷിക്കുന്നു. ദൈവമേ വീണ്ടും ദീർഘായുസോടെ ദൈവമേ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് സഹായിച്ചാട്ട ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ പ്രവൃത്തി ഭദ്രാസനത്തിന്റെ ഉള്ളിൽ വെളിപ്പെടണം. കർത്താവേ, ഭദ്രാസനം ശക്തമായി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഭദ്രാസനത്തിനുള്ളിൽ വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിന് ഇടങ്കോലിടുന്ന വ്യക്തികളോട് ദൈവം ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഭദ്രാസനത്തെ ഭരിക്കുന്ന അഭിമന്യ തിരുമനസ്സിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, തന്റെ ദാസനായിരിക്കുന്ന ഇടങ്ങളില് ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തെ വഹിക്കുവാൻ തക്കവേണം, അതിനെ ഭരണം ചെയ്യുവാൻ തക്കവേണം ദൈവം അവിടുന്ന് ബുദ്ധിയും ഞാനും അതിലുപരി ദൈവ കൃപയും നൽകി ദൈവം മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ചതഞ്ഞോടെ ഓടിക്കുന്ന ദൈവമല്ല, പുകഞ്ഞ തിരിയെ കെടുത്തുന്ന ദൈവമല്ല. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ ദാസിക്കായി സ്തോത്രം, ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ദൈവം അവരെ അവിടെവിടായി മുദ്രയിടട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഭദ്രാസനത്തിന്റെ കൂട്ടായ്മകളെല്ലാം മാസയോഗങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ഇന്നത്തെ കൂട്ടായ്മ, ഇന്നത്തെ മാസയോഗവും എല്ലാം ദൈവം അനുഗ്രഹിക്കണമെന്ന് അരുമരക്ഷകന്റെ നാമത്തിൽ യാചിക്കുന്നു. പ്രിയ പിതാവേ, കേട്ടുത്തരമരുളണമേ. ആമേൻ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഹല്ലേലൂയ ഈ കുറ്റപ്പഴ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. തുണ്ടുവളന്തിരുമേനി മരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഇവിടെ ഒരു മാസവും ക്രമീകരിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ഇടയായത്. ഹല്ലേലൂയ. അതിന് നേതൃത്വം കൊടുക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഇവിടുത്തെ ഭരണസമിതികളെ ഓർത്തുകൊണ്ട് നമുക്ക് നന്ദിയുള്ള സ്തോത്രം. ഈ സഭ ഹല്ലേലൂയ ഈ ദേശത്ത് ഈ തിരുവല്ല പട്ടണത്തിൽ ഹല്ലേലൂയ അനേക കുടുംബങ്ങൾ ഇവിടെ ചേരുവാൻ ഹല്ലേലൂയ ഇന്നത്തെ മാസവും തീരുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭയിൽ അനേകരെ പിന്മാറ്റക്കാർ മടങ്ങി വരുന്നതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇന്ന് കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ റെജി സാറ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. വാഴ്ത്തത്വങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ആമേൻ. വീണ്ടെടുക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, 2025 ഈ മാസം നടത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. ഹല്ലേലൂയ. ഇന്ന് പാലക്കാട് കടന്നു വന്നിട്ട് എല്ലാ സഭാവിശ്വാസികളെയും ദൈവം മുൻപാകെ സമർപ്പിക്കുന്നു. വിശേഷാൽ സഭയുടെ പ്രതിനിധികളായി ചർച്ച കമ്മിറ്റിക്കാരുടെ എല്ലാ പ്രിയപ്പെട്ട കൈക്കാരന്മാർ, സഭയിൽ വിവിധ മേഖലയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് ഇനിയും ആത്മീയമായി കർത്താവെ പ്രവർത്തിപ്പാൻ ദൈവം തന്നെ മക്കളെ അവിടുന്ന് സഭയിൽ ഉപയോഗിച്ചുകൊള്ളുമാറാകണം എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവെ, ഹല്ലേലൂയ. പിന്മാറ്റത്തിൽ പോയിട്ടുള്ള ഞങ്ങളുടെ ഇതര സഭകളിൽ കടന്നിട്ടുള്ള വിശ്വാസികളെ ഇന്ന് പകൽക്കാട് ഈ മാസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ആത്മാവുടെ മേൽ ആത്മമണ്ഡലങ്ങളിൽ ഇടപെടുവാനിടയാകണം. ഒരാത്മാവോട് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവമേ, ഒരാത്മാവ് നശിച്ചു പോകാതെ മടങ്ങി വന്ന് ദൈവത്തെ ആരാധിച്ച് ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനമെന്ന് പറയുവാൻ, ഓ സ്വന്തമെന്ന് പറയുവാൻ ദൈവമേ കാരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ അറിവില്ലായ്മകളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ, ഇന്ന് ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോ മടങ്ങിപ്പോയെല്ലാം കർത്താവേ, മടങ്ങി വന്ന് സഭയോ
ദൈവത്തോട് ചേരുവാൻ വലിയവരായ ദൈവം ഒരുക്കുമാറാകണമെന്ന് ഈ സമയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം മുൻപാകെ പ്രധാനപ്പെട്ട പയ്യമ്പള്ളി അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യം കൊടുക്കണം. ശരീര ക്ഷീണ പ്രയാസങ്ങളിൽ അവർ അകറ്റണം. ഞങ്ങളുടെ സെക്രട്ടറിയുമായി പ്രാർത്ഥിക്കുന്നു. ഈ മാസത്തെ നയിക്കുവാൻ കർത്താവ് ദൈവത്തിന്റെ സർവ്വ അധികാരത്തോടു കൂടി മുൻപോട്ട് കടന്നു പോകാൻ കർത്താവ് അതിന്റെ ദാസനെ സഹായിക്കണം. സഹകൃത്യന്മാരെ എല്ലാവരും യേശുവിൻ നാമത്തിൽ ഏൽപ്പിക്കുന്നു. അറിവില്ലായ്മ വന്നു കൊടുക്കുന്ന പാപ ബലഹീനതകൾ അവിടുന്ന് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും മുറ്റുമേ അനുഗ്രഹിച്ചാട്ടെ. സർവ്വമഹത്വം സ്വർഗമെടുക്കണം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥനകൾക്കായി സ്തോത്രം ചെയ്യാം. അല്ലേ, വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭദ്രാസനത്തിന്റെ ഏറ്റവും ആത്മീയമായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ ഇതര ശുശ്രൂഷകൾ, പെരുന്നാളുകളടക്കമുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന നമ്മുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ആരാധന, ആംഗ്ലിക്കൻ ആരാധനാ നിമിഷം എന്നുള്ള ACI ആരാധനാ നിമിഷം. അതിൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന പ്രിയ രാജേഷിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പകൽക്കാലം ദൈവജനം സംസാരിക്കുന്ന വിലപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. ആദ്യമായി ദൈവജനം സംസാരിക്കുവാൻ എൻ്റെ മകനെ ഒന്ന് ബലപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആരെങ്കിലും മാസയോജന കടന്നു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ യാത്രാ സൗകര്യമൊക്കെ അനുഗ്രഹമാക്കി കടന്നു വരുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ രാജാവേ, നല്ലതും വിലയേറിയതുമായ നല്ല സമയത്തിനായി നന്ദിയോടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ മകന്റെ പ്രവർത്തനം ഹല്ലേലൂയ പലപ്പോഴും പ്രതിഫലിച്ച കൂടാതെ എൻ്റെ മകന്റെ പ്രവർത്തനത്തെ ഹല്ലേലൂയ നീ മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അത് ദൈവിക വേലയുടെ ഒരു ഭാഗമാണല്ലോ കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാരാവൺ ഭദ്രാസന്റെ ഒരു അഭിമാനമാണല്ലോ. മറ്റാർക്കും കിട്ടാത്ത ഹല്ലേലൂയ സ്തോത്രം ഒരു ചാനൽ ഞങ്ങൾക്ക് തുടങ്ങുവാൻ അവിടുന്ന് ഇടയാക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. എന്റെ മകനെ അവിടുന്ന് അനുഗ്രഹിക്കണം. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ദൈവം സംസാരിന്റെ വിലപ്പെട്ട വൃത്തിയെ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി കടന്നു വന്ന എന്റെ മക്കളെ എല്ലാം അവിടുന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വൈദികരെ രണ്ടുപേരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ. പ്രത്യേകിച്ച് മാർച്ചയുടെ ബിസി ബലോസിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ വാന്തൈശ്രോഷ ദൈവമേ, നീ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി കർത്താവേ സ്തോത്രം. പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കടന്നു വന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, ഈ വായിച്ച ദൈവവചനം അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവേ. കർത്താവിന്റെ വിലയേറിയ അഭിഷക്തന്മാര് പല സഭകളിൽ നിന്ന് കടന്നു വന്ന ദൈവമക്കള് ഇന്നത്തെ ശുശ്രൂഷ ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരെങ്കിലും കഷ്ടയുടെ നടുവിൽ, പ്രയാസത്തിന്റെ നടുവിൽ, ദുഃഖത്തിന്റെ നടുവിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷകള് കർത്താവേ ഒരു വിടുതലിന്റെ പകൽക്കാലമാക്കി സ്വർഗം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുകച്ചയും അടിയന് വേണ്ട കർത്താവേ. ഹിതമല്ലാത്ത വാക്കുകളൊന്നും കടന്നു വരുവാൻ സ്വർഗം ഇടയാക്കരുത്. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. Amen.
ഇപ്പോൾ വചന ശുശ്രൂഷയ്ക്കായി പുന്നപ്ര സഭ ശുശ്രൂഷകൻ ഇവാഞ്ചലിസ്റ്റ് ജോയ് സാറിനെ ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ തന്റെ രണ്ടാം മിഷണറി യാത്രയിൽ AD 56 1 കൊരിന്ത്യ ലേഖനം എഴുതി. തന്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ തന്റെ ഉപദേശിയുടെ കാലഘട്ടത്തിൽ താൻ ഏറ്റവും കൂടുതൽ ശുശ്രൂഷിച്ച സഭയാണ് ഈ എഫെസോസ് സഭ. ഏതാണ്ട് 3 വർഷക്കാലം ഈ സഭയിൽ താൻ ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ, അതിന്റെ പശ്ചാത്തലത്തെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വരച്ചു കാട്ടിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് തന്റെ അതിയായ ആഗ്രഹം? ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. ഞാൻ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. കർത്താവ് അനുവദിച്ചാൽ കുറെ കാലം നിങ്ങളോടുകൂടെ പാർക്കുവാൻ ആശിക്കുന്നത് കൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കടന്നു പോകുന്ന വഴി അല്ല നിങ്ങളെ കാണുവാൻ ഇച്ഛിക്കുന്നത് എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും. നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് കടക്കാം. ഏഷ്യ മൈനറിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു വ്യാപാര കേന്ദ്രവും ഒരു തുറമുഖ പട്ടണവുമാണ് ഈ എഫെസോസ് നഗരം. പുരാതന കാലഘട്ടത്തിൽ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും കയറ്റുമതി ഇറക്കുമതി ചെയ്തിരുന്ന അതിസമ്പന്നമായ ഒരു പട്ടണമാണ് ഈ എഫെസോസ് നഗരം. ഈ നഗരത്തിന് എന്താണ് സംഭവിച്ചത്? ഈ നഗരത്തിൽ ദൈവം അല്ലെ യേശു എന്ന ഒരു വാക്ക് അവിടെ ഇല്ല. അവിടെ ഉള്ളതും മാത്രം ആർത്തമീസ് ദേവി, ഡയാന ദേവി, ആർത്തമീസ് ദേവി എന്നുള്ള ദേവിമാരെ കൊണ്ട് നിറയപ്പെട്ട ഒരു പട്ടണത്തിലേക്കാണ് നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പാദം വെക്കുന്നത്. അപ്പോൾ അവിടെ ദൈവിക ആരാധനയില്ല, ദൈവിക സാന്നിധ്യമില്ല. മൊത്തം അതാ ദുർമന്ത്രവാദവും ആഭിചാരവും നിറഞ്ഞു കിടക്കുന്ന ഈ പട്ടണത്തിലേക്ക് അതാ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കാലുകുത്തുമ്പോൾ സ്വർഗം ഒരു കാര്യം പറഞ്ഞു: ഈ എഫെസോസ് നഗരം നിന്റെ കൈക്കുമ്പിളിൽ, നിന്റെ പാദത്തിൽ തരുവാൻ ദൈവത്തിന്റെ പദ്ധതി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രാർത്ഥനകള് അനേകരോട് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയോടെങ്കിലും നീ സുവിശേഷം അറിയിച്ചാൽ അതാണ് രക്ഷ. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ രക്ഷ. നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 25, 35, 36 വാക്യങ്ങളൊന്ന് വായിക്കാം. അവൻ അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടിവരുത്തി പുരുഷന്മാരെ നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നു. 35, 36 വായിക്കാം. പിന്നെ പട്ടണ മേനവൻ പുരുഷാരത്തെ അമർത്തി പറഞ്ഞത്: എഫെസ്യ പുരുഷന്മാരെ, എഫെസോസ് പട്ടണം അർത്തമീസ് മഹാദേവിക്കും ജോവിയിൽ നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപാലക എന്ന് അറിയാത്ത മനുഷ്യനാർ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വാക്യം വായിച്ചത് ആർത്തമീസ് ദേവി ക്ഷേത്രത്തിന്റെ ശുശ്രൂഷയെ കുറിച്ച് അവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ വൈദ്യനായ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവനും അതാ ആർത്തമീസ് ദേവിയെ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ കവാടത്തിലാണ് പൗലോസ് ശ്ലീഹ അവിടെ കടന്നു ചെല്ലുന്നത്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ചെന്ന് കഴിഞ്ഞപ്പോൾ താൻ ആദ്യം ചെയ്തത് അതാ ഓരോ കുടുംബങ്ങളിൽ കയറി ഇറങ്ങി ദൈവ സാന്നിധ്യം, യേശു ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്: അന്ധകാര ശക്തി, പൈശാചിക ശക്തി, ഏറ്റവും കൂടുതൽ ദുർഭൂതത്തിന്റെ ശക്തി ഈ എഫെസോസ് നഗരത്തിൽ വിളയാടുമ്പോൾ നമുക്കൊരു കാര്യം ഓർത്തുകൊള്ളണം. മോശ കടന്നു എന്നിട്ട് ഫറവോനോട് പറയുകയാണ്:
എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കുക എന്ന് പറഞ്ഞ സമയത്ത് യഹോവയായ ദൈവം മോശയോട് ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ ഫറവോൻ പറയുകയാണ്, അതാ എനിക്കൊരു ശുശ്രൂഷയുണ്ട്, ഞാൻ നൈൽ നദിയുടെ തീരത്ത് എന്നിട്ട് അനേക ശുശ്രൂഷകൾ ചെയ്യും. സക്കറിയ പ്രവചനം 10-ാം അധ്യായത്തിന്റെ ഒന്ന് വായിച്ച സക്കറിയ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ. അവൻ കഷ്ടതയുടെ സമുദ്രത്തിലൂടെ കടന്ന് സമുദ്രത്തിലെ ഓളങ്ങളെ അടിക്കും. നീലനദിയുടെ ആഴങ്ങളൊക്കെ വറ്റിപ്പോവുകയും അശ്വരിന്റെ ഗർഭം താഴുകയും ഇസ്രായേലിന്റെ ചെങ്കോൽ നീങ്ങിപ്പോവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ മോശയ്ക്ക് അത് മനസ്സിലായില്ലായിരിക്കാം, പ്രവാചകനായ സക്കറിയാവിനാണ് മനസ്സിലായത്. ഫറവോൻ ദുർഭൂതങ്ങളെ എന്ന് പറഞ്ഞാൽ നൈൽ നദിയിൽ അന്നത്തെ കാലത്തെ മോശയുടെ കാലത്ത് 2 വയസ്സിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നൈൽ നദിയിലേക്ക് എറിഞ്ഞിട്ട് അതിന്റെ രക്തം കുടിച്ചുകൊണ്ട് മതോന്നതനായിട്ട് സിംഹാസനത്തിൽ വാഴുമ്പോൾ സ്വർഗത്തിലെ ദൈവം മോശയോട് പറയുകയാണ്, നീ ഫറവോൻ 4-ാം യാമത്തിൽ എണ്ണീക്കുന്നതിന് മുമ്പ് നീ അതിനു മുമ്പേ കടന്നു എന്നിട്ട് നൈൽ നദിയിലേക്ക് കടന്നു എന്നിട്ട് നീ അവിടെ ചെല്ലണം. എന്നിട്ട് നൈൽ നദിയുടെ ഗർവത്തെ അടിച്ച് താഴ്ത്തണം. അവിടെ ഉണ്ടാകുന്ന പൈശാചിക ശക്തിയെ എന്നേക്കുമായി നിർമൂലമാക്കണം. ഇവിടെ സംഭവിച്ചത് ഫറവോൻ ആരാധനയ്ക്ക് വരുമ്പോൾ സംഭവിച്ചത് ദൈവപുരുഷനായ മോശ തന്റെ ശുശ്രൂഷയിൽ നൈൽ നദിയെ അടിച്ചപ്പോൾ നൈൽ നദി രക്തമായി മാറി. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അന്ധകാര ശക്തികള്, അനേക പൈശാചിക ശക്തികള്, അനേക ദുർഭൂതങ്ങള് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നീ വാസ്തവമായും 4-ാം യാമത്തിലെ നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുണ്ടായ ഒരു ദുർഭൂതങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ് എഫെസോസ് നഗരം എങ്ങനെയായിരുന്നു എന്ന് നല്ലതുപോലെ വരച്ചു കാട്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ എഫെസോസ് നഗരത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഞാൻ സിനഗോഗിൽ സംസാരിച്ചു, ഓരോ ഭവനങ്ങൾ കയറി അതിശക്തമായ ഒരു ദൈവസഭ അവിടെ സ്ഥാപിച്ചു. എന്നാൽ ഈ സഭയ്ക്ക് എന്താണ് പറ്റിയത്? ഈ സഭയെ കുറിച്ചുള്ള വളരെ ദുഃഖത്തോടും പ്രയാസത്തോടും കൂടി ഒന്ന് കൊരിന്ത്യ ലേഖനത്തിൽ താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഈ സഭ എല്ലാ കൃപാവരങ്ങളെ കൊണ്ട് നിറയപ്പെട്ട സഭയാണ്. പക്ഷെ ഈ സഭ ഇന്ന് പിൻമാറ്റത്തിലേക്കാണ്. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ യോഹന്നാൻ പറയുകയാണ്, ആദ്യ സ്നേഹം മറന്നു കളഞ്ഞ ഒരു കുറ്റം ഈ ആരാധിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയതയുടെ ജീവിതത്തിൽ ആദ്യ സ്നേഹം മറന്നു കളഞ്ഞിട്ടുണ്ട്, അതിലേക്ക് മടങ്ങി വരണമെന്ന് ഇന്ന് പകൽക്കാലം ഒരു ആലോചനയായി നിങ്ങൾ ഏറ്റെടുക്കണം. പൗലോസ് പറയുകയാണ്, ഈ സഭ ഞാൻ കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ, അല്ലെങ്കിൽ പൗലോസ് കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ സഭയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഗ്ലോബയിലെ ആൾക്കാർ പൗലോസിനോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പൗലോസിന്റെ പക്ഷക്കാര്, നിങ്ങൾ ഓരോ യേശുവിന്റെ പക്ഷക്കാര്, നിങ്ങൾ ഓരോ സഭയുടെ പക്ഷക്കാര്, ഇങ്ങനെയുള്ള പക്ഷം തിരിഞ്ഞുള്ള ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് വീണ്ടും പറയുക, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ട്. അപ്പന്റെ ഭാര്യയെ വെച്ചു പോകുന്ന ദുർനടപ്പ്, ഇതൊക്കെയും സഭയിൽ കടന്നു വരുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഈ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യയിൽ അടി മാത്രമാണ് പൗലോസ് കൊടുക്കുന്നത്. എവിടെയെല്ലാം അടി കൊടുക്കണം അവിടെയെല്ലാം അടി കൊടുക്കുക. 2 കൊരിന്ത്യയിൽ തലോടലാണ്. 2 കൊരിന്ത്യയിൽ തലോടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുകയാണ്, എനിക്ക് പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും ആവശ്യമായിരിക്കുന്നു. കർത്താവിന്റെ തിരുവെഴുത്തുകളെ കുറിച്ച് പറയട്ടെ, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു. നമുക്കൊക്കെ ഒരു സ്വർഗീയ വാഗ്ദത്തം, തലോടലിന്റെ വാഗ്ദത്തമാണ് 2 കൊരിന്ത്യയിൽ കാണുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, തനിക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു സഭയാണ് ഈ എഫെസോസ് സഭ. താൻ ആദ്യം ചെന്നപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. എന്നാൽ തന്റെ വിടവാങ്ങ പ്രസംഗത്തിൽ താൻ ഇങ്ങനെ പറയുകയാണ്, ഓരോ ദൈവമക്കൾക്കും സാക്ഷ്യമാണ് നിങ്ങളെ ഞാൻ എങ്ങനെയാണ് നേടിയത്. തന്റെ ശുശ്രൂഷയിൽ താൻ ഒരു പൈസ പോലും മേടിക്കാത്ത ഒരു സഭയാണ്. എന്നാൽ സമ്പൽ സമൃദ്ധമായ സഭയാണ്.
താൻ കൂടാരപ്പണി ചെയ്തു, രാവും പകലും അധ്വാനിച്ചു, ഒത്തിരി ഒത്തിരി കഷ്ടത അനുഭവിച്ച സഭ. താൻ തന്റെ വിടവാങ്ങലിൽ താൻ പോകുന്ന സമയത്ത് നമുക്കറിയാം, താൻ റോമിലേക്കുള്ള യാത്രയിൽ തന്റെ യാത്രാമധ്യേ താൻ എങ്ങനെയാണ് ഈ സഭയെ നേടിയതെന്ന് തനിക്ക് വളരെ വ്യക്തമായിട്ട് വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ്. താൻ പറയുകയാണ്, ഈ സഭ ഞാൻ എങ്ങനെയാണ് നേടിയെടുത്തത്, ഈ സഭയിലുള്ള ശുശ്രൂഷ എങ്ങനെയായിരുന്നു. താൻ 3 വർഷക്കാലം സിനഗോഗിൽ ശുശ്രൂഷിച്ചു, ഒത്തിരി ഒത്തിരി അടികളുണ്ട്, ഒത്തിരി ഒത്തിരി പീഡനം അനുഭവിച്ചു, ഒത്തിരി ഒത്തിരി കഷ്ടത അനുഭവിച്ചു. എന്തുകൊണ്ട് ഞാൻ ഈ കഷ്ടത അനുഭവിച്ചു? ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വേണ്ടി. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു യോർദാനിലേക്ക് സ്നാനപ്പെടുവാനായിട്ട് കടത്തിയപ്പോൾ അനേകായിരങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് അനേകായിരങ്ങൾ നിൽക്കുന്ന സമയത്ത് യേശു യോർദാനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുപോലെയുള്ള ആർത്തമീസ് ദേവിയോ ചക്കളത്ത് ദേവിയോ പരിമല പിതാവിനെ ഒന്നുമല്ല നമ്മൾ ആരാധിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് സ്വയമേ ഇറങ്ങി വന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഈ സഭയിൽ ഒത്തിരി ഒത്തിരി കൃപാവരങ്ങളുണ്ട്. 13-ാം അധ്യായത്തിൽ കാണുന്നത് എല്ലാ കൃപാവരങ്ങളെ കൊണ്ട് നിറയപ്പെട്ട സഭ. എന്നാൽ ഈ സഭയിൽ ഒത്തിരി ഒത്തിരി ഭിന്നത, ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങള്, ഒത്തിരി ഒത്തിരി ആഭിചാരങ്ങള്, വീണ്ടും അവർ ആഭിചാരങ്ങള്, ദുർനടപ്പിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി മൂത്ത മകനായ രൂപേനെ വിളിക്കുമ്പോൾ രൂപേനോട് പറയുക, നീ എന്റെ ആദ്യ ജാതന, നീ വെള്ളം പോലെ തുളുമ്പുന്നവനാ, പക്ഷേ നീ അനുഗ്രഹം പ്രാപിക്കില്ല, പിതാവിന്റെ കിടക്കയെ മലിനമാക്കിയവനാ. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സാമ്പത്തികം അല്ലെങ്കിൽ ധനകാര്യം ജോസഫിന്റെ മക്കൾക്ക് പോയി, ശുശ്രൂഷ ലേവിയുടെ കുടുംബത്തിന് പോയി. ഇത് നോക്കിക്കേ, ആദ്യജാതന് കിട്ടേണ്ടതാ എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു ദുർനടപ്പ് നിമിത്തം. ഞാൻ എങ്ങനെ പ്രസംഗിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ശുശ്രൂഷയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുർനടപ്പുകൾ ഉണ്ട് എങ്കിൽ ഇന്ന് പകൽക്കാലം അത് മാറ്റിക്കൊള്ളണം. പത്രോസ് പറയുന്നത്, അധർമ്മികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ നാൾതോറും അധർമ്മം കണ്ടും കേട്ടും വലഞ്ഞുപോയ നീതിമാനെ പോലെ ആകാതിരിപ്പാൻ നിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചോണം എന്ന് പൗലോസ് പറയുകയാണ്. ഞാൻ എഫെസോസിൽ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടത അനുഭവിച്ചാണ് ഈ സഭ നമുക്ക് സ്ഥാപിച്ചത്. നമ്മുടെ ഈ CMS ആംഗ്ലിക്കൻ സഭയും അതുപോലെ തന്നെ അല്ലേ, ഒത്തിരി ഒത്തിരി കഷ്ടതയുടെ നടുവിൽ, പ്രയാസത്തിന്റെ നടുവിൽ ദൈവദാസന്മാർക്കൊക്കെ വണ്ടിക്കൂല് പോലും ഇല്ലാത്ത അവസ്ഥയിലൊക്കെയാണ്. അങ്ങനെ സ്ഥാപിച്ച ഈ സഭയെ നമുക്ക് നിലനിർത്തേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥന എന്ന കരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ സഭ മനോഹരമായി പോകുമെന്ന് വാസ്തവമായി നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പൗലോസ് പറയാണ്, ഞാൻ എഫെസോസിന്റെ അനുഭവം ഇങ്ങനെയൊക്കെയായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ദുർനടപ്പായിരുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ ഈ സഭയെ ഞാൻ നേടിയത് പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്കാണ്. നമുക്ക് വായിക്കാം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളെ ഒന്ന് വായിക്കാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്നൊരു മുഴക്കമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾക്ക് ഒത്തിരി ഒത്തിരി കൂടാര പെരുന്നാളുകളുണ്ട്. അതിൽ അതിപ്രധാനമായ ഒരു പെരുന്നാളാണ് പെന്തക്കോസ് പെരുന്നാൾ. പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ ആദ്യഫലക്കറ്റയുടെ 1-ാം നാൾ മുതൽ 50-ാം ദിവസം വരെ നീരാജനത്തിന്റെ ഒത്തിരി ഒത്തിരി ആദ്യഫലങ്ങൾ. ഇന്ന് പുന്നപ്ര സഭയിലൊക്കെ ആദ്യഫലം കഴിഞ്ഞു. അപ്പൊ ആദ്യഫലക്കറ്റയുടെ 1-ാം നാൾ മുതൽ 50-ാം ദിവസം വരെ ഒത്തിരി ഒത്തിരി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവാലയത്തിൽ അവർ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ വേറൊരു കാര്യം സംഭവിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ നോയമ്പ് കാലഘട്ടമാണല്ലോ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. 50-ാമത്തെ ദിവസം മാളിക മുറിയിൽ 120 പേര് യേശുവിന്റെ അമ്മ സഹിതം 120 പേര് മാളിക മുറിയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ഒരു വാക്ക് പറഞ്ഞിരുന്നു, എന്നോട് കേട്ട
എന്റെ പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ യെരൂശലേം വിട്ടുപോകാതെ കാത്തിരിക്കണം. നദിയുടെ തീരത്തേക്കൊന്ന് കടന്നു ചെല്ലുക. സിയോനെ ഓർത്ത് കരയുന്ന എഗസ്കേലിനോട് പറയുക, നീ ആ നദിയിലേക്കൊന്ന് ഇറങ്ങിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കരങ്ങളെ അടിച്ചാട്ടെ, ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അതാ കേദാർ നദിയുടെ തീരത്തേക്ക് എഗസ്കേൽ പ്രവാചകൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതാ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെടുവാൻ തുടങ്ങി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഒന്ന് ഇടപെടട്ടെ. അതാ അവൻ ഇറങ്ങി ചെന്നപ്പോൾ പാദസ്പർശനമേറ്റപ്പോൾ താൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ വിടുതൽ അയക്കുവാൻ തുടങ്ങി. വീണ്ടും പ്രവാചകനോട് പറയുക, അല്ലയോ പ്രവാചക, നീ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നാട്ടെ. മുട്ടോളം അതാ കടന്നു ചെന്നു. അതാ മുട്ടോളമായപ്പോൾ വീണ്ടും ശുശ്രൂഷകൾ ബലപ്പെടുവാൻ തുടങ്ങി. വീണ്ടും പ്രവാചകനോട് പറയുക, നീ അങ്ങോട്ട് വീണ്ടും നദിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അതാ വീണ്ടും നദിയിലേക്ക് കടന്നു ചെന്നപ്പോ അനുഗ്രഹീതമായ ശുശ്രൂഷ. വീണ്ടും അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ ആത്മനദിയിലേക്കുള്ള ആ പ്രവാഹം അവിടെ കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. അവര് 120 പേര് മാലയമുറിയിൽ കയറി അതാ അവര് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇവിടെ അതാ പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കുന്നു. അതാ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവിടേക്ക് ഇറങ്ങി കടന്നു വന്നപ്പോൾ സ്വർഗം അങ്ങോട്ട് ഇടപെടുവാൻ തുടങ്ങി. അനേക യഹൂദന്മാര് കടന്നു വന്നു. ഇതെന്താണ് സംഭവിക്കുന്നത്? ഇവരൊക്കെ മദ്യപിച്ച് മതോന്നതന്മാരായിരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നാൽ പത്രോസ് എണീറ്റിട്ട് ഒരൊറ്റ പ്രസംഗം, ആ ഒരൊറ്റ പ്രസംഗത്തിൽ പ്രൈസ് ദി ലോർഡ് 3000 പേര് മാനസാന്തരപ്പെട്ടു. ഇതാണ് പെന്തക്കോസ്തിന്റെ ശുശ്രൂഷ. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ എഫെസോസിന്റെ അനുഭവം ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മാറ്റിയിട്ട് ആ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് ഈ സഭയെ, ഈ കടന്നു വന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ വിലയേറിയ അഭിഷക്തനോടും എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാണ്. എല്ലാവർക്കും ചേർന്ന് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു പാട്ടിൻ്റെ 2 ലൈൻ ചേർന്ന് പാടാം. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും എന്നുള്ള ഗാനത്തിൻ്റെ 1-2 അടികൾ ചേർന്ന് പാടിയതിന് ശേഷം എല്ലാ സഭകളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ദൈവമക്കൾക്കുള്ള സാക്ഷ്യത്തിനുള്ള സമയമാണ്. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും ആകയാൽ ഞാൻ പാപവും ഭാരവും വിട്ടു യേശുവേ നോക്കിടും. ഭാരവും ഭാരവും വിട്ടു യേശുവേ നോക്കിടും. പോകുന്നു കുരിശിന്റെ പാതയിൽ സന്തോഷമോദരായി ഇന്നലെ സഹിച്ചു മരിച്ച നാഥനെ നേടുന്ന സന്തോഷമോദരായി ശീലമേ എൻ്റെ കഴിഞ്ഞ മാസത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഈ മാസത്തിൽ പങ്കെടുക്കുവാൻ ദൈവം അവസരം തന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന വെള്ളൂർ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഭദ്രാസന ബിഷപ്പിൻ്റെ സഭയാണ്. ആത്മീയമായിട്ടും ഭൗതികമായും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാ വീണ്ടെടുക്കപ്പെട്ട മക്കളും പ്രാർത്ഥിക്കണം. എൻ്റെ മാതൃസഭയായ കരുവാറ്റ സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ദേവാലയത്തിൻ്റെ പണി എങ്ങും എത്താതെ കിടക്കുകയാണ്. ചുണ്ടുവെള്ളം തിരുമേനി കട്ടള വെച്ചിട്ട് ഈ മാസം 25-ാം തീയതി 9 വർഷം പൂർത്തീകരിക്കുക. എന്നിട്ടും അതൊന്നും ആകാതെ കിടക്കുന്നൊരവസ്ഥയാണ്. അവൾ
ആ ദേവാലയത്തിൻ്റെ പണി ഒന്ന് പൂർത്തീകരിക്കണം. അതിന് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ശക്തമായ പ്രാർത്ഥന ഉണ്ടാകണം. സുന്ദോളം തിരുമേനിയുടെ താൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ദേവാലയമാണ്. നമ്മുടെ മാരാമൺ ഭദ്രാസനത്തിലെ ഏറ്റവും വലിയ ദേവാലയത്തിനാണ് അവിടെ പണി നടക്കാനുള്ളത്. അതിനെ പൂർത്തീകരിക്കുവാൻ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം. ഒപ്പം സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽപ്പിന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം എന്നുള്ള ആഹ്വാനത്തോട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ആയിരിക്കുന്ന ശ്രേഷ്ഠ വൈദികർ, അതുപോലെ സഭാപ്രവർത്തകർ, കൈക്കാരന്മാർ, സെക്രട്ടറിമാർ, സഭാജനങ്ങൾ, വിശ്വാസികൾ എല്ലാവർക്കും വേഗം വരുന്ന ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനമർപ്പിക്കുന്നു. 1964 മുതൽ ആംഗ്ലിക്കൻ സഭ കുറ്റപ്പുഴയിലാണ് രൂപം കൊണ്ടത്. ആംഗ്ലിക്കൻ സഭയുടെ മാതൃസഭയാണ് കുറ്റപ്പുഴ സഭ. അന്ന് ഞാൻ വിദ്യാർത്ഥിയായിരുന്നു, 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് 64-ൽ. എങ്കിലും അന്ന് മുതൽ പിന്നീടാണ് 66-ൽ നമ്മുടെ അച്ഛന്മാരെയൊക്കെ വാഴിച്ചതും എൻ്റെ പിതാവിനെ അടക്കം അച്ഛന് 24 പട്ടക്കാരെ വാഴിക്കുന്നതും തുടർന്ന് സഭ നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നതും. അപ്പോൾ അന്ന് ആസ്ഥാനം കുറ്റപ്പുഴയ്ക്ക് തന്നെയായിരുന്നു. പിന്നീടാണ് കുറിച്ചിയിലേക്കൊക്കെ പോയത്. അതിൽ ബഹുമാനപ്പെട്ട മാരാമൺ ഭദ്രാസന കോറെപ്പിസ്കോപ്പ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ, ദൈവദാസന്മാരെ, വിവിധ സഭകളിൽ നിന്നും ഇവിടുത്തെ യോഗത്തിൽ സംബന്ധിച്ചിരിക്കുന്ന ഏവരുമേ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ആദ്യം ദൈവനാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കട്ടെ. ഞാൻ മുൻകാല സെക്രട്ടറിയാണ്. മുൻകാല സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 40 വർഷം ഈ സഭയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കാൻ ദൈവം എന്നെ അനുവദിച്ചു. ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടമായ പരിശ്രമത്തിൻ്റെ ഫലമായി 1977 ഇവിടെ 6 കൽത്തൂണിൽ ഓല ഷെഡിൽ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചതാണ്. CMS സഭയുടെ ഒരു സഭ കുറ്റപ്പുഴയിൽ 77-ലാണ് ഇവിടെ നടക്കുന്നത്. 64-ൽ ഞങ്ങൾ മറ്റൊരു സ്ഥലത്തായിരുന്നു. അവിടുന്ന് 77-ൽ ഇവിടെ വന്നു. ഇവിടെ വന്ന നാൾ മുതൽ മറ്റൊരാളെ ഞാൻ സെക്രട്ടറിയായി എടുത്തത്. അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞ് എന്നെ ഏൽപ്പിക്കുകയുണ്ടായത്. ആ നാളുകൾ മുതൽ ഇങ്ങോട്ട് 2017-ലാണ് ഞാൻ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നത്, സ്റ്റീഫൻ സാറിനെ ഏൽപ്പിക്കുന്നത്. അതായത് 40 വർഷം. ഈ 40 വർഷത്തെ സേവനത്തിൻ്റെ ഫലമായി ഞങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിന് ഉച്ചയ്ക്കൊരാളുടെ വലിപ്പമില്ല. ഞങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി ഈ ഓലക്ഷയിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു കൊച്ചു ദേവാലയം ഉയർത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ദൈവദാസന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർക്കും വേണ്ടിയുമുള്ള അവസരമാണ്. ദൈവദാസന്മാർ എല്ലാവരും ഒറ്റപ്പാട്ട് ചേർന്ന് പാടി സമയം കൂടുതലെടുക്കാതെ വണ്ണം കൃത്യം 1 മണിക്ക് തന്നെ മാസം അവസാനിപ്പിക്കണം. ഇപ്പോൾ ചേർന്നൊരു പാട്ടിൻ്റെ 2 ലൈൻ പാടി സൃഷ്ടി ആരംഭിക്കാം. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല വീട്ടിൽ ഞാൻ എത്തിടുമ്പോൾ ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. എൻ്റെ സഭയിലിരിക്കുന്ന എല്ലാ സഭാ വിശ്വാസികൾക്കും, എൻ്റെ സഹോദരന്മാർക്കും, വേദിയിരിക്കുന്ന കർത്തൃ ദൈവദാസന്മാർക്കും ശ്രേഷ്ഠ പുരോഹിതന്മാർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ സ്നേഹബന്ധനം അറിയിക്കട്ടെ. ഞാനിന്ന് ഈ മാസത്തിലൂടെ പങ്കെടുക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുമായിട്ട് അവസാനമായിട്ട് പങ്കെടുക്കുന്ന സഭ ഇതായിരുന്നു, കുറ്റപ്പുഴ സഭയിൽ മാസയോഗത്തിന്. പിന്നീട് ശാരീരികമായിട്ടുള്ള വ്യതകളും വാർദ്ധക്യത്തിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാഞ്ഞുകൊണ്ട് പങ്കെടുക്കാറില്ല. എങ്കിലും വരുന്ന എല്ലാ ദൈവദാസന്മാരെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഇടയ്ക്കിൽ തന്നെ അവരെ മാനിക്കപ്പെടുന്നു ചെയ്യുന്ന ചില മാതൃക അനുഭവങ്ങൾ കാണിച്ചു തന്നു. കഴിഞ്ഞ മുമ്പലത്തെ ആഴ്ച, ഒരു ശനിയാഴ്ച ഒരു 3 മണി നേരത്ത് രോഗത്തിൻ്റെ അസ്വസ്ഥത കൂടി ഞാൻ ചെന്ന് കയ്യിലെടുത്തു. ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നതുവരെ പ്രാർത്ഥിച്ചു, വെള്ളവും കൊടുത്തു. ഒരു ഭാഗ്യം ദൈവം എനിക്ക് നൽകി. പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാട് ശുശ്രൂഷകൾ കല്ലുപ്പാട് ദൈവസഭയ്ക്ക് ഒരു അഭിമാനമായിരുന്നു. ശുശ്രൂഷകൾക്ക് സമൂഹത്തിൽ വലിയൊരു സാക്ഷ്യം, എല്ലാ മതസ്ഥരും ഒരു സാക്ഷ്യം പറയുവാൻ നമുക്ക് കർത്താവിനിടയായി. ടൈമുകളാണെങ്കിലും ദൈവാഭിഷിദ്ധന്മാരുടെ ശുശ്രൂഷകളാണെങ്കിലും
കടന്നു വന്ന മറ്റിതര സഭകളിലെ ദൈവദാസന്മാരാണെങ്കിലൊക്കെ തന്നെ വളരെ അമ്മയുടെ വേർപാട് ശുശ്രൂഷ അവസാനിക്കുന്നതുവരെ നമ്മോടുകൂടെ പങ്കെടുത്തു എന്നുള്ളതാണ് ഒരഭിമാനമായിട്ടുള്ള എൻ്റെ ആത്മീയ ജീവിതത്തിലെ ഒരു കാഴ്ചപ്പാടുകൾ. അപ്പം തീർച്ചയായിട്ടും പ്രത്യാശ മുഖത്ത് അമ്മയെ കാണും എന്നുള്ള ആ വിശ്വാസം ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന് ഈ ലോകത്തിലായതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവസഭ വിശ്വാസികളുടെ പ്രാർത്ഥന എനിക്ക് കോട്ടയായിരിക്കണം എന്ന് കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. ഞാനിരിക്കുന്ന വെങ്കോട്ട ദൈവസഭയിലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ വിശ്വാസികൾക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്ന് ഞങ്ങൾ കർത്താമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷി നിന്നുകൊള്ളും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കുറ്റപ്പുഴ സഭയുടെ ഉപദേശിയായ ഞാൻ നിങ്ങളിവിടെ ഈ ചെറിയ സഭയിൽ വന്ന് ഈ മാസയോഗത്തിൽ പങ്കെടുക്കുവാനായിട്ട് കാണിച്ച കടന്നു വന്നവർക്ക് എല്ലാവർക്കുമുള്ള നന്ദിയെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സഭയിൽ കൂടിയിരിക്കുന്ന മക്കളെ ഓരോരുത്തരും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് എല്ലാവരും ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അടിയങ്ങളുടെ ചെറിയ സഭയാണ്, ആ സഭയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ മാതൃസഭയായ പരിപ്പ് സഭ പള്ളി പൊളിച്ചിട്ടിരിക്കുകയാണ്. അത് പണിയാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായങ്ങളും പ്രാർത്ഥനകളും ഞാൻ ചോദിക്കുകയാണ്. അടിയനും അടിയൻ്റെ കുടുംബത്തിനും അടിയൻ്റെ സഭയ്ക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ സാക്ഷ്യത്തിൽ നിന്നിരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ എൻ്റെ കർത്താവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ച നാൾ മുതൽ നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു, വാക്കുമാറാത്ത ദൈവമായിരുന്നു. പലവിധമായ ആപത്തനർത്ഥങ്ങൾ രോഗത്തുക്കാതെ നിന്നെല്ലാം സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി വിടുവിക്കുന്നു. ഈ നശ്വരമായ ലോകത്തിൽ എൻ്റെ ക്രിസ്തീയ ജീവിത നിലനിൽപ്പിന് കടന്നു വന്ന കർത്താവിൻ്റെ വിലയേറിയ അഭിഷക്തന്മാരും ദൈവദാസന്മാരും വിവിധ സഭകളിൽ നിന്ന് വന്ന സഭാജനങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ പ്രതിദാനം ചെയ്യുന്ന പുന്നപ്ര സഭയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നേരുന്നുള്ളൂ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ആയിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്തൃദാസന്മാർ, കടന്നു വന്ന എല്ലാ സഭാവിശ്വാസികൾക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹത്തിൻ്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ മാസയോഗത്തിന് കടന്നു വരാൻ സാധിച്ചില്ല എങ്കിലും ഈ കുറ്റപ്പുഴയുടെ മാസയോഗത്തിൽ കടന്നു വരുവാനും കർത്താവിൻ്റെ സാക്ഷിയായി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുവാനും വലിയവനായി ദൈവം എന്നെയും ഒരുക്കി വിളിച്ച ദൈവം വിശ്വസ്തനായി പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കരം പിടിച്ച് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ റോഡ് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി വലിയവനായി ദൈവം കരം പിടിച്ച് മരണത്തെ മുഖാമുഖം കണ്ടതായിരിക്കുന്ന അവസരത്തിൽ ജീവനുള്ള ദേശത്തേക്ക് കരം പിടിച്ചുയർത്തുവാൻ തക്കവണ്ണം ഇടയായി. ആ ദൈവത്തെ എത്ര മഹത്വപ്പെടുത്തിയാലും എത്ര സാക്ഷീകരിച്ചാലും മതിയാകുകയില്ല. അതുപോലെ തന്നെ എൻ്റെ ദാസി, എൻ്റെ മക്കൾ, ഞങ്ങൾ 4 സ്ഥലങ്ങളിലായിരുന്നു. എല്ലാവരും ഒന്നിച്ചു കൂടുവാനും കഴിഞ്ഞ ചില ദിവസങ്ങളായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വലിയനായി ദൈവം അവസരമൊരുക്കി. എൻ്റെയും എൻ്റെ ശുശ്രൂഷയും എൻ്റെ ഭവനത്തെയും കുടുംബാംഗങ്ങളെയും എല്ലാം ദൈവസന്നിധിയിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അടുത്ത മാസം നടക്കുവാനിരിക്കുന്ന മാസവും കല്ലൂപ്പാറ സഭയിൽ വെച്ചാണ് ഞാൻ ശുശ്രൂഷിക്കുന്ന ദേവാലയമാണ്. എല്ലാവരും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ടും ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. വലിയവനായി ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസന്മാരായ മാരവൻ ഭദ്രാസനത്തിലെ പുരോഹിതന്മാർ, ആത്മീയരായ ശ്രേഷ്ഠ ദൈവദാസന്മാർ, വീണ്ടെടുക്കപ്പെട്ട ദൈവ മക്കളായ എല്ലാവരുടെയും സമയം ചേർന്നിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാനും കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ കുറിച്ച് ഈ സഭാംഗമാണ്. 2003 ഞാൻ ദൈവവേലയിലേക്ക് എന്നെ ദൈവം വിളിച്ച് വേർതിരിക്കുകയും കർത്താവിൻ്റെ വേലയിലായിരിക്കുവാൻ സഹായിക്കുകയും ചെയ്തതോർത്ത് ഞാൻ നന്ദി അർപ്പിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശ്രേഷ്ഠന്മാരായ ഇടയന്മാരോടൊപ്പം കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ എല്ലാവരെയും എൻ്റെ എന്നെ പ്രാർത്ഥന ഓർക്കണമെന്നും എൻ്റെ കുടുംബത്തിനും ഞാൻ പ്രതിദാനം ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യുന്ന വട്ടമ്പല സഭയ്ക്ക് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ക്ഷണിച്ചുകൊണ്ട്
എൻ്റെ എളിയ സാക്ഷിയിൽ നിന്ന് ഇരിക്കുന്നത്. ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കുറ്റപ്പുഴയിൽ വന്ന് സാക്ഷിയാകുവാൻ ദൈവം ഇടയാക്കിയ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഏറെ സന്തോഷത്തോടെയാണ് കുറ്റപ്പുഴയിൽ ഇന്ന് സാക്ഷി പറയുന്നത്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന പെരുന്തുരുത്തി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ മാസം അവസാനം അവിടുത്തെ കൺവെൻഷനും പെരുന്നാളുമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്കും എൻ്റെ കുടുംബത്തിനും വിശ്വാസ രംഗത്ത് നിലനിൽപ്പാനും ശുശ്രൂഷയിൽ 25 വർഷത്തെ തുടർന്ന് മുൻപോട്ട് പോകാനുള്ള കൃപ നൽകണതിലേക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഈ മാസയോഗത്തിൻ്റെ സെക്രട്ടറി സ്ഥാനം ചുരുങ്ങിയത് എത്ര വർഷമാച്ചാൽ 3 വർഷം. ആ 3 വർഷം വരെ മുൻപോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ നമ്മുടെ കല്ലൂപ്പാറ സഭയിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. എല്ലാവരും അവരവരുടെ പള്ളികളിൽ അറിയിച്ച്, ഉപദേശിമാർ ഇവിടെ വന്നിട്ടുള്ള ഉപദേശിമാർ അടുത്ത മാസയോഗം കല്ലൂപ്പാറയിലാണ്. എനിക്കും എൻ്റെ ഭവനത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ ഇത് പരിശുദ്ധമായിട്ടുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാരാമൺ ഭദ്രാസനത്തിൻ്റെ ഈ പ്രാവശ്യത്തെ മാസയോഗം വാത്സല്യ കുറ്റപ്പുഴ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുവാൻ സർവശക്തനായിട്ടുള്ള സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുറ്റപ്പുഴ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു മാതൃ ദേവാലയമാണ്. അച്ചാച്ചൻ പോകുന്നിടത്തെല്ലാം എൻ്റെ മാതൃദേവാലയമാണ്. എങ്കിലും ഞങ്ങൾ തിരുവല്ലയിൽ താമസമാക്കിയതിന് ശേഷം എൻ്റെ ബാല്യകാലഘട്ടത്തിലെല്ലാം സ്കൂൾസ് ടൈമിലെല്ലാം ഇവിടെയാണ് ആരാധനയ്ക്ക് പങ്കെടുത്തുകൊണ്ടിരുന്നത്. ആ പഴയ ആ ബെഞ്ചും അതുപോലൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. ചരിത്രപരമായിട്ടുള്ള ഒത്തിരി പ്രാധാന്യം ഉള്ള ഒരു ദേവാലയമാണ്. പ്രത്യേകിച്ച് പൈലോപ്പോൾ തിരുമേനി അന്തിവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ കബറിടം ഇവിടെയുണ്ട്. തിരുമേനിയുടെ മാതൃ ദേവാലയമാണ്. തിരുമേനിയൊക്കെ ഈ സമയത്ത് അനുസ്മരിക്കുന്നു. എൻ്റെ വിശ്വാസ ജീവിതത്തിലെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഉന്നതമായിട്ടുള്ള തലങ്ങളിൽ ഇനിയും ശ്രേഷ്ഠമേറിയ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട പ്രാർത്ഥനകളെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ ഫാമിലി, അമ്മ എല്ലാവരെയും ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇടുക്കവും ഞെരുക്കവും ആണിപ്പാതയും ആയ വഴിയിൽ ഞാൻ ആരെയും കാണുന്നുമില്ല. എന്നാൽ ഭാരമേറും ക്രൂശുമേന്തി കാൽവറി മേട്ടിൽ എൻ്റെ ജീവൻ തന്ന യേശു മാത്രം കൂടെയുണ്ടെന്നും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു മാസയോഗത്തിലേക്ക് എനിക്കും പങ്കെടുക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ച വിധങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. മാസയോഗത്തെക്കുറിച്ച് ഞങ്ങൾ കമ്മിറ്റി കൂടിയപ്പോൾ ചാനൽ സ്റ്റീവൻ സാറൊക്കെ പറഞ്ഞ് ഏകദേശം 8 വർഷം അത്ര. അപ്പം ഇന്നും രാവിലെ ഞങ്ങൾ കടന്നു വന്നപ്പോൾ 10 മണിക്ക് തുടങ്ങണമെന്ന് വിചാരിച്ചു. 10:30 ആയിട്ടും ആരെയും കാണാതിരുന്നപ്പം ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ മനസ്സിൽ തോന്നി. പക്ഷെ ഇപ്പോൾ അത് മാറി. കാരണം വലിയവനായ ദൈവത്തിൻ്റെ കൃപ, കരുതൽ ഇത്രത്തോളം നേരത്തെ പാട്ടുപാടിയതുപോലെ നടത്തിയ വിധങ്ങളെ ഓർത്ത് എത്ര സ്തുതിച്ചാലും മതിവരാത്തതായ ജീവിത അനുഭവങ്ങളിലൂടെയാണ് മുമ്പോട്ട് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. പ്രയാസമുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, രോഗത്തിൻ്റെ പ്രയാസമൊക്കെ ഉണ്ട്. എങ്കിലും നേരത്തെ
ആരോ സൂചിപ്പിച്ചതുപോലെ പൗലോസിനോട് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞതുപോലെ ആ ഒരു ശൂലം നിന്നിൽ ഇരിക്കട്ടെ, പക്ഷേ നിന്നെ മുൻപോട്ട് വഴി നടത്തുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിനക്കുണ്ട്, അത് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ കൃപയിൽ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം എന്നെ ഉൾപ്പെടെയുള്ളതായ ഞങ്ങളുടെ വൈദികരെയും എൻ്റെ ശുശ്രൂഷകരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും നേരത്തെ ഓർപ്പിച്ചതുപോലെ അടുത്ത മാസയോഗം കല്ലൂപ്പാറയിലാണ്. ഇന്ന് വന്നിരിക്കുന്നവർ ബാക്കിയുള്ളവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ആ കല്ലൂപ്പാറയിലെ മാസയോഗത്തിലും വന്ന് അത് വലിയൊരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എനിക്കും എൻ്റെ കൂട്ടായത്തം ദാസിക്കും ദാനമായി തന്ന കുഞ്ഞുങ്ങളെയും മാതാവിനെയൊക്കെ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു നിമിഷം ഓർക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്നിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠര്, സഭാ ശുശ്രൂഷകര്, കടന്നു വന്നിരിക്കുന്ന സഭാ വിശ്വാസികൾ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുനാഥന്റെ സ്നേഹവന്ദനം. ഇവിടെ 40 വർഷം സെക്രട്ടറിയായ സേവനമനുഷ്ഠിച്ച പ്രിയ അച്ചായൻ പറഞ്ഞതുപോലെ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ശുശ്രൂഷകനായിട്ട് ഉപദേശിയായിട്ട് ചാർജ് എടുക്കുന്ന ഇവിടെയാണ്. ഇന്ന് പകൽക്കാലം എനിക്ക് വീണ്ടും മാസയോഗത്തിൽ പങ്കുചേരുവാൻ ദൈവം അവസരം നൽകി. കഴിഞ്ഞൊരു മാസം മാത്രമല്ല, ദൈവം വിളിച്ച നാൾ മുതൽ ഇന്ന് വരെയും ദൈവം ബലപ്പെടുത്തി. പലവിധമായ പ്രയാസങ്ങൾ, കഷ്ടതകൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ വന്നപ്പോഴും അതിന് നടുവിലൊന്നും തള്ളിക്കളയാതെ ദൈവം ഉറപ്പിച്ചു നിർത്തി ഇന്ന് വരെ നടത്തിയെങ്കിൽ ആ ദൈവം തുടർന്നും വഴി നടത്തുവാൻ കടന്നു വരിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും ദൈവദാസന്മാരുടെയും പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. എനിക്കും എൻ്റെ ദൈവിക ശുശ്രൂഷയ്ക്കും എൻ്റെ ഭവനത്തിനു വേണ്ടി ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സഭകൾക്ക് വേണ്ടിയും എല്ലാ ദൈവമക്കളുടെയും ദൈവദാസന്മാരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യം ഇരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതായ എല്ലാ സഭകൾക്ക് വേണ്ടിയും എല്ലാ പുരോഹിതന്മാർക്ക് വേണ്ടിയും സഭാ ശുശ്രൂഷകർക്ക് വേണ്ടിയും റോൺ ജോയ്സി അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിക്കും. വാക്കുകൾ ചുരുക്കി. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനും അഖില ചരാചരങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ സ്വർഗീയ നല്ല വാഴ്ചപ്പെട്ട പിതാവേ, ഇവിടെ സാക്ഷി പറഞ്ഞ പ്രിയപ്പെട്ട മക്കൾ, ഉപദേശിമാർ, അച്ഛന്മാർ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. യേശു തമ്പുരാന്റെ വിലയേറിയ നാമം തന്നെ. സന്തോഷ് സാറ് വഴിപാടിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസലോട് സ്തോത്രം, 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 സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ ഭദ്രാസന മാസയോഗത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. പകൽക്കാലം കർത്താവ് അങ്ങയുടെ സന്നിധിയിലേക്ക് നീട്ടിയ കരങ്ങളെ അവിടെ നിന്ന് ദർശിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, സ്വന്തം കർത്താവെ അനുഗ്രഹിക്കുമാറാകണമേ, ആശ്രവദിക്കുമാറാകണമേ. സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കടന്നു വന്ന വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടഭാരത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൊടുപ്പിനെന്നാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ, നീട്ടിയ കരങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ആശ്രവദിക്കുമാറാകണമേ. സകലതും പുനീശ്വരന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപ തോന്നി ഉത്തരമരുളുമാറാകണമേ. ആമേൻ. തുണ്ടുകുളം തിരുമേനിയുടെ 9ാം അനുസ്മരണ സമ്മേളനം കരുവാറ്റ ദേവാലയത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് എല്ലാ വർഷവും. അത് ഈ മാസം 25-ാം തീയതി രാവിലെ 9 മണിക്കാണ് അനുസ്മരണ സമ്മേളനം. ഭദ്രാസന ലെവലിലാണ് എല്ലാം നടത്തുന്നത്. എന്നാലും നടത്തുന്നതെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൻ്റെതായിട്ടാണ് നടത്തുന്ന എല്ലാ മീറ്റിംഗ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ നന്മകളാൽ ഹല്ലേലൂയ വീണ്ടും കർത്താവേ ശരീരത്തിന് മനസ്സിന് ആരോഗ്യവും ബലവും കർത്താവ് കൊടുത്ത് അവിടുന്ന് പരിപാലിക്കുമാറാകണമേ. ഇന്ന് കർത്താവ് എല്ലാ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണം. തിരുക്കരം കൂടെ ഇരിക്കണമേ. നന്മകളാൽ നിറയ്ക്കണം. എല്ലാം അങ്ങയുടെ നാമോഹത്തിനാ തീരട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. സകല ബുദ്ധിയും കഴിയുന്ന ദൈവസമാധാനം ദൈവത്തിന്റെയും അവന്റെ പുത്രന്റെയും നമ്മുടെ കർത്താവായ യേശു മിശിഹായെയും കുറിച്ചുള്ള സ്നേഹത്തിൽ നിങ്ങളുടെ ദൈവങ്ങളെയും മനസ്സിലെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ വാഴുവനുഗ്രഹവും സൂക്ഷിപ്പും പരിപാലനവും കാവലും നാം എല്ലാവരോടും നമ്മുടെ ഭദ്രാസനത്തോടും കടന്നു വന്ന എല്ലാ വിശ്വാസികളോടും നാം ഓരോരുത്തരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.